അവനും പറഞ്ഞത് ക്യാമറ ഓഫ് ആയിക്കോ, വീഡിയോ എടുക്കണ്ട എന്നാണ്. കുഴപ്പമില്ല ഗൈസ്, ടേസ്റ്റ് ഒക്കെ ഉണ്ട് കഴിക്കാൻ. ഇനി വെള്ളം ഒന്ന് കുടിക്കട്ടെ. ഇതിനൊക്കെ പ്രത്യേക അർത്ഥങ്ങൾ ഉണ്ടാവും. എനിക്കൊന്നും മനസ്സിലായില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇവിടെ ചെല്ലുമ്പോൾ നല്ലൊരു മണാട്ടെ ഗൈസ്. ഈ പെർഫ്യൂമിന്റെ ഷോപ്പും ഊതും അത്തറും എണ്ണ ഉൽപാദനത്തിന് മുമ്പ് ഇവരുടെ ഏക വരുമാന മാർഗമായിരുന്നു ഇത്. നമ്മുടെ നാടൻ ചെമ്മീന്, ഉണക്കമീൻ കൊണ്ടിട്ടോ ഇവിടെ ഗൈസ്. ഹായ് ഗൈസ്, അപ്പൊ നമ്മളുള്ളത് കുവൈറ്റിലെ മുനിസിപ്പാലിറ്റി ആയ മുബാറക്കിയ ഓൾഡ് സൂക്കിലാണ് ഗൈസ്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാം. അപ്പൊ എല്ലാവരും കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. കുവൈറ്റിലെ കുവൈറ്റ് സിറ്റിയിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു സൂക്കാണിത്, ഓൾഡ് സൂക്ക് അൽ മുബാറക്കിയ. കുവൈറ്റിലെ ഏറ്റവും പഴക്കം ഏറിയ ഒരു സൂക്കുകളിൽ ഒന്നാണിത്. എണ്ണ ഉൽപാദനത്തിന് മുമ്പ് ഇവരുടെ ഏക വരുമാന മാർഗമായിരുന്നു ഇത്. ഈ ചൂടത്തും തണുപ്പിക്കാൻ വേണ്ടി വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇതിന്റെ ഈ മേൽക്കൂരയെല്ലാം ഫുൾ വുഡൻ ആണ് ഗൈസ്. സൂക്കിന്റെ ബ്ലൂ പ്രിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കൂ ഗൈസ്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നല്ല ഓഫറുണ്ട്. ഇവിടുന്ന് ഒരു മലയാളിയെ കണ്ടപ്പോഴേ ആള് ഷോപ്പ് ഒന്ന് പരിചയപ്പെടുത്താൻ വന്ന് വിളിച്ചു വരുത്തിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്. അടിപൊളി നേട്സ് ഉണ്ട് ഗൈസ്. ഇതൊക്കെ വില കുറവിലാണ്. നല്ല കിണ്ണം കാച്ച ഈത്തപ്പഴങ്ങൾ ഉണ്ടിട്ട് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്താ സംഭവം എന്നറിയില്ല, വലിയ കുബൂസാണ്, ഹലാക്കിന്റെ കുബൂസ്. ആള് സെറ്റാക്കി എടുക്കുന്നുണ്ട്. How much? ദിനാ? ഈ ചെങ്ങായി ഇപ്പൊ എന്താ പറഞ്ഞേ? ഈ ഭാഗട്ടോ പച്ചക്കറിയുടെ ഏരിയ കേട്ടോ ഇവിടെ. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടത് ഇവര് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. इधर पूरा कुवैती आएगा भैया, इधर पूरा कुवैती आएगा. അവനും പറഞ്ഞത് ക്യാമറ ഓഫ് ആയിക്കോ, വീഡിയോ എടുക്കണ്ട എന്നാണ് ഗൈസ്. അത് പിന്നെ ജേഴ്സി കണ്ടാൽ നമ്മളവിടെ സ്റ്റക്ക് ആവും. എന്നിട്ട് വിലയൊക്കെ നോക്കിയിട്ടേ നമ്മൾ പോവാറുള്ളൂ ഗൈസ്. ലേഡീസിന് പറ്റിയ അടിപൊളി ഡ്രസ്സുകളുണ്ട് കേട്ടോ ഗൈസ്. പൂച്ച സാർ മട്ടന്റെ മണം പിടിച്ച് കിടക്കണം കേട്ടോ. എന്നാ പിന്നെ ഫിഷ് മാർക്കറ്റിലൊന്ന് കയറി നോക്കാം നമുക്ക്. വരൂ, നല്ല അടിപൊളി വിലക്കുറവിലാട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നാടൻ ചെമ്മീന്, ഉണക്കമീൻ ഉണ്ട് കേട്ടോ അവിടെ ഗൈസ്. പിന്നെ പലവിധ മത്സ്യങ്ങളുണ്ട് ഗൈസ്. ഇവരെന്താണല്ലേ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? നട്സിനൊക്കെ നല്ല അടിപൊളി ഓഫറാണ്. ഒരു കേടിക്കാണ് കൊടുക്കുന്നത്. ഈ ഒരു വലിയ പാക്കറ്റ് ഉണക്കമീനിന് ഒരു കേടിയുള്ളൂ കേട്ടോ ഗൈസ്. പിന്നെ ഈ ഷോപ്പിലുള്ളത് അലങ്കാര വസ്തുക്കളാട്ടോ, മോഡേൺ ഐറ്റംസ്, പലതരം മോഡലുള്ള ബാഗുകളൊക്കെ ഉണ്ടോ ഗൈസ്. ഇവിടെ ഫുള്ള് തസ്ബിമാളുടെ ഒരു സെക്ഷൻ ആട്ടോ ഇവിടെ. മോതിരം അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളാണ്. ഇവിടെ ചെല്ലുമ്പോൾ നല്ലൊരു മണാട്ടെ ഗൈസ്. ഈ പെർഫ്യൂമിന്റെ ഷോപ്പും ഊതും അത്തറും നല്ല അടിപൊളി സ്മെല്ലായിരിക്കും ഇവിടെ. ഈ ഓൾഡ് മാർക്കറ്റിന്റെ ഒരു പഴയകാല ചിത്രം കേട്ടത്. ഡ്രസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണം ചിമ്പിക്കുന്ന മോഡലുകളാട്ടോ ഗൈസ്. കണ്ണെടുക്കാൻ തോന്നില്ല. പുറത്തുനിന്നുള്ള കാഴ്ചയാണ് ഗൈസ്. എന്ത് മനോഹരമാണ് നോക്കി. പാർക്കിംഗ് ഒക്കെ അണ്ടർഗ്രൗണ്ടിലാട്ടാ വണ്ടികളുടെ പാർക്കിംഗ്. 200 വർഷം പഴക്കമുള്ള മാർക്കറ്റാട്ടത്. അത് കുട്ടികൾ ഡാൻസ് കളിക്കാണ് ബൈ. പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളത്തിൽ എൻജോയ് ചെയ്യില്ല പണി. വ്യത്യസ്തമായ പാർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ വൈസ്, കുട്ടികൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇവിടെ ഓരോ വുഡന്റെ ശില്പികളും ഉണ്ട്. ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കുറെ ചിത്രം വരച്ചിട്ടുണ്ട് ഗൈസ്. ഇതിനൊക്കെ പ്രത്യേക അർത്ഥങ്ങൾ ഉണ്ടാവും. എനിക്കൊന്നും മനസ്സിലായില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അറിയുന്നവർ കമന്റ് ചെയ്യണേ. വിറക് കടയെന്ന് വിചാരിച്ചല്ല ട്ടോ ഗൈസ്, ഊതിന്റെ മരങ്ങളാണ് ട്ടോ ഗൈസ്. പണ്ട് കാലങ്ങളിൽ ധരിച്ചിരുന്ന അറബിക് ഡ്രസ്സുകളാട്ടത്. ഹായ് ഗൈസ്, അപ്പോ നല്ല ക്ഷീണിച്ചു. ഒരു ചായ അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലും കുടിക്കണം. നമുക്ക് എന്തെങ്കിലും കഴിക്കാതെ പറ്റില്ല ഗൈസ്. എവിടെ പോയാലും നമ്മൾ ലുലു ഉണ്ടാവും, അതിനൊരു മാറ്റമില്ല. ലുലു ഇസ് നമ്പർ 1 ഗൈസ്.
ഈ ടവറിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ കണ്ടിട്ട് അഭിപ്രായം പറയണേ. ലുലുവിൽ കയറി ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര തിരക്ക്. 2 മുഷിക്കല് പറഞ്ഞു. അപ്പൊ നമ്മൾ ഐറ്റം വന്നിട്ടുണ്ട്, നമുക്ക് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഇവിടുത്തെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നമുക്ക് നോക്കാലോ. കുഴപ്പമില്ല കേട്ടോ ഗൈസ്, ടേസ്റ്റ് ഒക്കെ ഉണ്ട് കഴിക്കാൻ. ഇനി വെള്ളം ഒന്ന് കുടിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, ഒരു കമന്റ്, ഒരു ഷെയർ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നൽകി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. സൂര്യൻ അസ്തമിക്കാൻ പോവാണ് ട്ടോ ഗൈസ്. ഞാൻ കുവൈറ്റിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു കാഴ്ച ഞാൻ കാണുന്നത് ഗൈസ്. അപ്പൊ ഗൈസ് ഇത്രയായിരുന്നു അൽ മുബാറക്കിയുടെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ടാറ്റ.